കാലം എത്ര കഴിഞ്ഞാലും ജീവജാതികളിൽ സങ്കീർണതാവർദ്ധനം ഉണ്ടാവുകയില്ലെന്നും പുതിയ ജീവജാതികൾ ഉത്ഭവിക്കുകയില്ലെന്നുമാണ് ഗ്രന്ഥം ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ സങ്കീർണത വർദ്ധിക്കുന്നതിന്റെ വേഗതയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാമെങ്കിലും കാലം മുന്നോട്ടോടുന്നതിനനുസരിച്ച് ജീവികളിൽ സങ്കീർണത വർദ്ധിച്ചുകൊണ്ടിരിക്കേണ്ടതും പുതിയ ജീവജാതികൾ ഉത്ഭവിക്കേണ്ടതും പരിണാമ സിദ്ധാന്ത പ്രകാരം അനിവാര്യമാണ്. കാംബ്രിയൻ യുഗത്തിലെ ഭൂപാളികളിൽ നിന്ന് ഒരു മുയലിന്റെ ഫോസിൽ കണ്ടെടുക്കൂ, ഒരു ഡൈനോസോറും മനുഷ്യക്കുഞ്ഞും കൂടി കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് കാണിച്ചു തരൂ, എങ്കിൽ പരിണാമ സിദ്ധാന്തം തെറ്റാണെന്ന് സമ്മതിക്കാം എന്നൊക്കെ പരിണാമവാദികൾ വെല്ലുവിളിക്കുന്നത് ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഭൂമിയുടെ അടിയിലേക്ക് പോകുന്തോറും ജീവജാതികളുടെ സങ്കീർണത കുറഞ്ഞു വരുന്നു എന്ന ഒരു നിരീക്ഷണമാണ് പരിണാമവാദികൾക്ക് പ്രചോദനമാകുന്നത്. ഈ ഫോസിൽ വിതരണ ക്രമത്തിൽ ചില ശരികളൊക്കെ ഉണ്ടെങ്കിലും അതിനെ പരിണാമ സിദ്ധാന്തത്തോട് പൂർണ്ണമായും യോജിക്കും വിധമാക്കാൻ പരിണാമവാദികൾ അത്യാവശ്യം ചില കള്ളക്കളികളൊക്കെ നടത്തിയിട്ടുള്ളതായും കാണാനാണ്. വ്യാജ ഫോസിലുകൾ നിർമ്മിച്ചും ഭൂപാളികൾ അട്ടിമറിക്കപ്പെട്ടതായി ആരോപിച്ചുകൊണ്ട് പല ഫോസിലുകളും തള്ളിക്കളഞ്ഞു വിശ്വാസ സംരക്ഷണത്തിനായി പരിണാമവാദികൾ കാട്ടിക്കൂട്ടിയിട്ടുള്ള കള്ളത്തരങ്ങൾ കുപ്രസിദ്ധമാണ്. ഒരു കള്ളക്കളിയുമില്ലെന്നും ഫോസിൽ വിതരണം പരിണാമവാദികൾ അവകാശപ്പെടുന്ന അതേ ക്രമത്തിൽ തന്നെയാണെന്നും സമ്മതിച്ചാൽ പോലും അത് പരിണാമ സിദ്ധാന്തത്തിനുള്ള തെളിവാകുന്നില്ലെന്ന വസ്തുത ഗ്രന്ഥം ചൂണ്ടിക്കാണിക്കുന്നു.